ഇന്നൊരു കിച്ചൺ ടിപ്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ്. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കിച്ചൺ ടിപ്സ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം. നമുക്ക് അടുക്കളയിൽ ഉപകാരപ്പെടുന്ന കിച്ചൺ ടിപ്സുകളാണ് ചെയ്യാൻ പോകുന്നത്. ഒരുവിധം ടിപ്സുകളൊക്കെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ വീട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇട്ടേക്കാന്ന് വെച്ചാൽ വെളുത്തുള്ളി പെട്ടെന്ന് കേടുന്ന് പോകും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി കൊടുന്നിടുന്നതിൻ്റെ അല്ലികളൊക്കെ വേർപ്പെടുത്തിയിട്ട് വെളുത്തുള്ളിയുടെ തൊലികളൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ അല്ലികളായിട്ട് വേർപ്പെടുത്തി വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് കാറ്റിടക്കുന്ന കൊട്ടകളിലെല്ലാം ഇട്ടേക്കൽ, ഉള്ളിക്കൊട്ടയിലെല്ലാം സാധാരണ എല്ലാവരും ഇട്ടേക്കൽ. അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ എല്ലാ അല്ലികളും വേർപ്പെടുത്തിയിട്ട് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഉള്ളി മൊത്തത്തിൽ കേടുവന്ന് പോകും, അതൊക്കെ ഇങ്ങനെ ചുങ്ങിയും കൊണ്ടിരിക്കും. അപ്പോൾ അറിയാത്തവരെന്തായാലും ഈ ടിപ്സ് ഒന്ന് പരിചയപ്പെടുത്തി നോക്കണം. നമ്മൾ കൊടുന്നിട്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ വെളുത്തുള്ളി എല്ലാം നാശമായിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾ അല്ലികൾ വേർപ്പെടുത്തിയിട്ട് വെളുത്തുള്ളി ഇട്ട് വെക്കുകയെന്ന് വെച്ചാൽ ഒരുപാട് കാലം നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാൻ പറ്റും. വർഷങ്ങൾ വേണമെങ്കിൽ ഇരിക്കും ഇതേ രീതിയിൽ. നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നവരല്ലേ. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ കൊടുന്നുണ്ടെച്ചാൽ മാറ്റി വെക്കാൻ ഒരുവിധ ആൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ലാത്തവരും ഉണ്ടായിരിക്കാം. എന്നാലും നമ്മൾക്ക് ഒരുവിധ ആൾക്കൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ടോപ്പ് ഊരിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മളതിനായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മീതുള്ള ഈ കയറ് നമ്മൾ ബാക്കിലേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് ആ ടോപ്പ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ആദ്യമൊക്കെ ഞങ്ങൾ ഇതിൻ്റെ മീതെ ഒരു കമ്പില്ലേ, അതിങ്ങനെ വലിച്ച് അകത്തി കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണ് ശരിയായി കിട്ടും. നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ ടോപ്പ് ഊരാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അടുത്തതായിട്ട് ഇന്നിൻ്റെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു ദോശ ഞാൻ കരിയിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ സാധാരണ നോക്കുകയാണെന്ന് വെച്ചാൽ കരിഞ്ഞു പോവും. ഇന്നത് കരിയിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അത്ര കരിഞ്ഞു പോയില്ല. ദോശയൊക്കെ കരിഞ്ഞിട്ട് ചട്ടിയുടെ അടിയിൽ പിടിച്ചിട്ടുണ്ട്. അടുത്ത ദോശ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒരു സവാളയുടെ പകുതി എടുത്തിട്ട് ഇതിൻ്റെ മീതെ നന്നായിട്ടൊന്ന് ഉരതി കൊടുക്കുക. അപ്പോൾ ആ കരിയൊക്കെ ഈ സവാളയുടെ മീതെ കൂടെ വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അടുത്ത ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ദോശച്ചട്ടി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ആ കരി മുഴുവൻ ഈ സവാളയുടെ മീതെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ അടുത്ത ദോശ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ യാതൊരു കേടുപാടും കൂടാതെ നമുക്ക് ദോശ ശരിയായി കിട്ടുന്നതാണ്. ഈ ടിപ്സ് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് വെച്ചാൽ എന്തായാലും ദോശ കരിഞ്ഞു പോവാറുണ്ട്. അപ്പോൾ അടുത്ത ദോശ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേ രീതിയിൽ സവാളയുടെ കഷ്ണം ഉണ്ടെച്ചാൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് അടുത്ത ദോശ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഞാൻ അടുത്ത ദോശ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ദോശ നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അറിയാത്തവർ ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ ദോശ കരിയാതെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ കുക്കറിൻ്റെ വാഷറൊക്കെ ഇങ്ങനെ ലൂസായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളത് ടൈറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കുക്കറിൻ്റെ വാഷറുകളൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ തന്നെയല്ലേ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ കുക്കറിൻ്റെ വാഷർ ലൂസായിട്ടുണ്ട് വെച്ചാൽ നമ്മളത് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി. ഫ്രിഡ്ജിലാണെച്ചെങ്കിൽ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കുക. ഫ്രീസറിലാണെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അത് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുവിധ ആൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന. അറിയാത്തവർ എന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കുക്കറിൻ്റെ വാഷറുകളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തിട്ട് നമ്മൾ കുക്കറിൻ്റെ മീതെ ഇട്ട് കൊടുക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലൂസായതാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്.
അപ്പം അറിയാത്തവരെന്തായാലും ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഇന്ന് എനിക്ക് കിട്ടിയ മീനാണിത് കേട്ടോ. ഈ മീൻ നമുക്ക് എളുപ്പത്തിൽ നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ നന്നാക്കി എടുക്കണമെന്നാണ് ഞാൻ വീഡിയോയിൽ കൂടെ കാട്ടിത്തരുന്നത്. അപ്പോൾ നമ്മൾ മുള്ളൻ മീനൊക്കെ നന്നാക്കണ പോലെ ഇതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ഒരു ഒരള്ള സാധനം ഉണ്ടാവുമല്ലോ, അത് നമുക്ക് മൂർച്ചൻ്റെ കത്തി ഉണ്ടെങ്കിൽ ഇതേപോലെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ കത്തിരിക്ക കൊണ്ടാണെങ്കിലും നമ്മൾ കത്തി എടുക്കേണ്ടി വരും ഇതിൻ്റെ ബാക്ക് വലിക്കാൻ. അപ്പോൾ അതുകൊണ്ട് കത്തി ഉപയോഗിച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാനിന്ന് മീനാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് വീഡിയോയിൽ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ മീൻ കിട്ടിയാൽ നമ്മൾ സാധാരണ ഇത് വറുത്തെടുക്കലാണ് ചെയ്യൽ, കറി വെക്കാറില്ല. അപ്പോൾ ഇന്ന് ഇതിന് ഞാൻ കുറച്ച് കറി വെച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കൂടി ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് കറി വെക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് പൊരിച്ചെടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ടിപ്സ് വീഡിയോകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.